വിഖ്യാത ഗായിക എസ് ജാനകി അന്തരിച്ചിരിക്കുകയാണ്. മൈസൂരുവിലാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 88 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ആണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ പിന്നണി ഗായികമാരിൽ ഒരാളാണ് എസ് ജാനകി. ഏതാണ്ട് 50,000-ഓളം ഗാനങ്ങൾ അവർ 20-ലധികം ഭാഷകളിലായി വിഖ്യാത ഗായിക വിട പറയുകയാണ്. തമിഴിലും മലയാളത്തിലുമായാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ അവരുടെ ആലാപനത്തിൽ എല്ലാവരും സംഗീതാസ്വാദകർ കേട്ടിരിക്കുന്നത്. വലിയ ഒരു വിഷമത്തിന്റെ ഘട്ടമാണ്. വിഖ്യാത ഗായിക എസ് ജാനകി അന്തരിച്ചിരിക്കുന്നു. മൈസൂരുവിലാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 1957 വിധീൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ തുടങ്ങിയ ഔദ്യോഗിക ജീവിതം, ഗാന ജീവിതം, അത് 6 പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് ഇങ്ങനെയൊരു ദുഃഖകരമായ വാർത്ത നമ്മളെ തേടിയെത്തുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, ദുഃഖകരമായ വാർത്തയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പിന്നണി ഗായികമാരിൽ ഒരാളാണ് വിട പറയുന്നത്. എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? എന്താണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? മലയാളത്തെ സംബന്ധിച്ചും ഇന്ത്യയിലെ സിനിമാ ഗാന പ്രേമികളെ സംബന്ധിച്ചും വലിയ നഷ്ടം തന്നെയാണ്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ജാനകി അമ്മ എന്ന് സ്നേഹത്തോടെ ആദരവോടെ വിളിച്ചിരുന്ന എസ് ജാനകി അല്പസമയം മുമ്പാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. മൈസൂരിൽ വെച്ചായിരുന്നു അന്ത്യം. പ്രായത്തിൻ്റെതായ അസുഖങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രായത്തിൻ്റെതായ അസുഖങ്ങളെ തുടർന്നാണ് എസ് ജാനകിയുടെ മരണം ഉണ്ടായത്. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലം, കൃത്യമായി പറഞ്ഞാൽ 68.5 വർഷത്തോളം കാലം ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും 20ഓളം ഭാഷകളിൽ എത്രയെങ്കിലും സിനിമാ ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരാളാണ് എസ് ജാനകി. എസ് ജാനകിയുടെ എത്രയെങ്കിലും പാട്ടുകൾ ഓരോ മലയാളിക്കും, ഈ ഏറ്റവും പുതിയ തലമുറ മുതൽ 4ഓ 5ഓ തലമുറയ്ക്ക് മുമ്പുള്ള ആളുകൾ വരെ ആളുകൾക്ക് ഓർമ്മയുണ്ട്. അത്രയെങ്കിലും പാട്ടുകൾ, മധുര മനോഹരമായ അത്രയെങ്കിലും പാട്ടുകൾ നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ട്. 1957 വിധിയിൽ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലാണ് ആദ്യ ഗാനം പാടുന്നത്. പിന്നീട് തെലുങ്കിലേക്ക് മാറി. തെലുങ്കിലേക്ക് പാടാൻ തുടങ്ങിയ ശേഷം പിന്നീട് ഒരിക്കൽ പോലും അവർക്ക് ഇതിൽ നിന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തിരക്കുകളിലേക്ക് അന്ന് വീണതാണ് എസ് ജാനകി. ചിട്ടയായ ജീവിത ശൈലി കൊണ്ടുകൂടി പ്രത്യേകത നിറഞ്ഞതായിരുന്നു എസ് ജാനകിയുടെ ജീവിതം. നന്നേ ചെറുപ്രായത്തിൽ തന്നെ ജാനകി അമ്മ എന്ന രീതിയിലേക്ക് എല്ലാവരുടെയും ഒരു മുതിർന്ന ആളിനെ പോലെ പക്വതയോടുകൂടി ഉള്ള പെരുമാറ്റമടക്കം, അവരുടെ ജീവിത രീതി, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലുമടക്കം അങ്ങനെ ഒരു ജാനകി അമ്മയായി വളരെ ചെറുപ്പത്തിൽ തന്നെ എസ് ജാനകിയേക്കാൾ പ്രായമുള്ള സംഗീത സംവിധായകരും നടന്മാരും നടികളും അടക്കം ജാനകി അമ്മ എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയ ഒരാൾ കൂടിയായിരുന്നു എസ് ജാനകി. ഒട്ടേറെ മലയാള പാട്ടുകൾ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും എസ് ജാനകിയുടെ ഹിറ്റ് ഗാനങ്ങൾ എത്രയെങ്കിലും ഉണ്ട്. 19-ാം വയസ്സിൽ തുടങ്ങിയതാണ് എസ് ജാനകിയുടെ ഈ ഗാന സബരിയ. അതാണ് ഇപ്പോൾ 88-ാം വയസ്സിൽ 70 വർഷങ്ങൾ, ഏകദേശം 70 വർഷം, 69ഓളം വർഷം പൂർത്തിയാക്കി ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നത്. മലയാള സിനിമാ ഗാന രംഗത്തെ ഒരു യുഗത്തിനാണ് അന്ത്യം കുറിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമേൽ പാട്ടുകൾ മലയാളികളുടെ ഹൃദയത്തിനെ പലതരത്തിലുള്ള വികാരങ്ങൾ, പ്രണയമായാലും വിരഹമായാലും ദുഃഖമായാലും എല്ലാം, അത്തരം ഓരോന്നും താരാട്ടുപാട്ടുകളായാലും എല്ലാം ഏത് നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് ചേരുന്ന പാട്ടുകൾ ഓരോരുത്തർക്കും ഓർമ്മയിലുണ്ടാവും. ഇന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പാട്ടുകളും എസ് ജാനകി പാടിയിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രം സംസാരിക്കുന്ന സൗരാഷ്ട്ര, ബെഡുക തുടങ്ങിയ ഭാഷകളിൽ, അതുപോലെ വിദേശ ഭാഷയായ ജർമ്മൻ ഭാഷയിലുമൊക്കെ പാടിയിട്ടുണ്ട്. 1200-ൽ പരം മലയാള ഗാനങ്ങളാണ്, സിനിമാ ഗാനങ്ങൾക്കാണ് എസ് ജാനകിയുടെ സ്വരത്തിലൂടെ ഞാനും നിങ്ങളുമെല്ലാം കേട്ടിട്ടുള്ളത് എന്ന് ഓർക്കണം. സംഗീത സംവിധായകൻ MS ബാബുരാജാണ് ജാനകിയുടെ ശബ്ദത്തെ, ആ ശബ്ദത്തിൻ്റെ മനോഹാരിത തിരിച്ചറിഞ്ഞ് അന്നുവരെ ഉണ്ടായിരുന്ന മലയാളത്തിലെ മറ്റ് പാട്ടുകാരിൽ നിന്ന് വ്യത്യസ്തമായ ശബ്ദത്തിൻ്റെ മനോഹാരിത തിരിച്ചറിഞ്ഞ് മലയാളത്തിലെത്തിക്കുകയും കുട്ടികളുടെ സ്വരത്തിലൊക്കെ എസ് ജാനകിയുടെ പാട്ട്, നമുക്കറിയാം ഇത് പാടുന്നയാൾ കുട്ടിയാണ് എന്നാണ് പലപ്പോഴും ജാനകിയുടെ മിമിക്രി വേദികളിലുമൊക്കെ പലപ്പോഴും എസ് ജാനകിയുടെ പാട്ട് ആളുകൾ അവതരിപ്പിക്കാറുണ്ട്. ഈ വലിയ പ്രായം 70 വയസ്സും 75 വയസ്സും ഒക്കെ ഉള്ള സമയത്തും എസ് ജാനകി പലപ്പോഴും വേദികളിലൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഈ ഇന്ന് കുട്ടികളുടെ പാട്ട് കണ്ണടച്ച് പിടിച്ച് നമ്മൾ കേട്ടാൽ ഇത് ഒരു ചെറിയ 5-6 വയസ്സുള്ള ഒരു കുട്ടിയാണ് പാടുന്നതെന്ന് തോന്നും. അങ്ങനെ വ്യത്യസ്തമായ
ഗാനാലാപന ശൈലി പിന്തുടർന്ന ഗാനാസ്വാദകർക്ക് ആ രീതിയിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ പങ്കിട്ട പിന്നണി ഗായികയാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖ പിന്നണി ഗായികമാരിൽ ഒരാളാണ് നമ്മെ വിട്ടുപിരിയുന്നത്. നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 1200-ലധികം മലയാള ഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ചതിന് ശേഷമാണ് ആ സംഗീത പ്രതിഭ വിട പറയുന്നത്. ഇപ്പോൾ സജീവ് സി വാര്യർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സജീവ് വാര്യർ, നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വരമാധുരി അത് പല വിധത്തിൽ നമുക്ക് അനുഭവവേദ്യമാക്കി തന്നിട്ടുണ്ട്. ജാനകി അമ്മ എന്ന പേരിൽ അറിയപ്പെട്ട, അങ്ങനെ എല്ലാവരും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച പിന്നണി ഗായികയാണ് നമ്മെ വിട്ടുപിരിയുന്നത്. എങ്ങനെയായിരിക്കും ജാനകി ഓർമ്മിക്കപ്പെടുക? രേണു ഇക്കാലത്തെയും മികച്ച ഗായികമാരിൽ ഒരാൾ എന്ന് പറയുമ്പോൾ എല്ലാ ഭാഷകളിലും, മലയാള ഭാഷയിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും നമ്മൾ എടുത്താൽ ഏറ്റവും മികച്ച ഗായികമാരിൽ ഏറ്റവും മുന്നിലുള്ള നിരയിൽ ഉള്ള ഒരാൾ തന്നെയായിരിക്കും ജാനകി. അവരുടെ വേർപാട് ഒരുപക്ഷെ 2021 മുതൽ അവർ പാടുന്നില്ല എങ്കിൽ പോലും അവർക്ക് ജീവിതകാലം എത്രയോ അമരത്വം ലഭിക്കാനുള്ള ഗാനങ്ങൾ അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗാനാലാപന രംഗത്തേക്ക് എത്തുന്നു. അവർ ഒരു ചെറുപ്പത്തിൽ തന്നെ പാട്ട് പഠിക്കുന്നു. വളരെ ഉച്ചസ്ഥായിയിൽ ഗാനങ്ങൾ പാടാനുള്ള ഒരു ശീലം നന്നേ ചെറുപ്പത്തിൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് അവരുടെ ഗാന ആലാപന രീതി വഴങ്ങുകയും ചെയ്തു. പിന്നീട് ആദ്യകാലത്ത് സുശീലയ്ക്ക് പിന്നാലെ തന്നെ ജാനകി വരുന്നതോടുകൂടി തെലുങ്കിൽ നിന്ന് തമിഴിലെത്തുന്നു, തമിഴ്നാട്ടിലെത്തുന്നു. അവർ മദ്രാസിൽ നിന്ന് ഗാനങ്ങൾ പാടാൻ തുടങ്ങുന്നു. പെട്ടെന്ന് തന്നെ അവർ പ്രശസ്തയാവുകയും ചെയ്യുന്നു. കുഞ്ഞു പ്രായത്തിൽ തന്നെ പ്രശസ്തയായ ഗായികയാണവർ. മലയാളത്തിൽ എത്രയോ ഗാനങ്ങൾ, അവർ മലയാളി അല്ല എന്ന് പറയാൻ സാധിക്കില്ല, അത്രയേറെ ഗാനങ്ങൾ അവർ ശുദ്ധമായ മലയാളത്തിൽ പാടാൻ ശ്രമിച്ചു. ജന്മം കൊണ്ട് തെലുങ്കിൽ ആന്ധ്രാപ്രദേശുകാരിയാണെങ്കിൽ പോലും ശുദ്ധമായ മലയാളത്തിൽ പാടുന്ന ഒരു ശീലം അവർ വളർത്തിയെടുത്തു. പക്ഷെ ഇപ്പോൾ നമ്മൾ പുതിയ ഗായികമാർ ആ തരത്തിൽ പാടാൻ ശ്രമിക്കുകയും വഴങ്ങാത്ത അക്ഷരങ്ങൾ, യാ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ പാടി ശീലിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും അന്ന് ഇന്റർനെറ്റോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത കാലത്ത് അവർ മലയാളത്തിലെ വാക്കുകളൊക്കെ കൃത്യമായി എങ്ങനെ ഉച്ചരിക്കാമെന്ന് പഠിച്ചുകൊണ്ടാണ് ആലാപന രംഗത്തെത്തിയത്. അതുവരെ മലയാളത്തിൽ പാടിയിരുന്ന ഗായികമാരും യേശുദാസിന് മുമ്പുള്ള ഗായകരുമെല്ലാം തന്നെ മലയാളം ശുദ്ധമായ മലയാളത്തിൽ നല്ല അക്ഷരശുദ്ധിയോടുകൂടി പാടാനുള്ള ഒരു കഴിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇവർ അത് ആർജിച്ചു എന്നതുകൊണ്ടാണ് പെട്ടെന്ന് മലയാളികൾക്കിടയിൽ അവർ പ്രശസ്തയായത്. പിന്നീട് ഒട്ടേറെ ഗാനങ്ങൾ, എത്രയും പെട്ടെന്ന് പാട്ടുകൾ പഠിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ജാനകി അമ്മയ്ക്ക്. അവർ കടുത്ത ആസ്മ രോഗിയായിരുന്നു. പലപ്പോഴും അവർ പാടുന്നതിന് തൊട്ട് മുമ്പ് പോലും അവർക്ക് ശ്വാസം കിട്ടാതെ 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം, വിശ്രമിച്ച ശേഷമാണ് അവർ പിന്നീട് ആലപിക്കുന്നത്. എങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ളതായി നമുക്ക് ഒരു പാട്ടിനും, അതായത് നേരിട്ടുള്ള റെക്കോർഡിംഗ്, ലൈവ് റെക്കോർഡിംഗ് നടക്കുന്ന കാലത്താണെന്ന് ഓർക്കണം, ഒരിക്കലും നമുക്ക് പാട്ടുകൾ കട്ട് ചെയ്ത് ഒരു പല്ലവി പാടി അല്ലെങ്കിൽ ഏതെങ്കിലും വരികൾ പാടി നിർത്തിയ ശേഷം വീണ്ടും തുടർന്ന് പാടാവുന്ന, പഞ്ച് ചെയ്ത് പാടാവുന്ന ഒരു കാലമായിരുന്നില്ല. അത്ര സാങ്കേതികവിദ്യ അത്രയും വളരാത്തൊരു കാലത്ത് തന്നെ അവർ ഒറ്റ സ്ട്രെച്ചിൽ ആദ്യം മുതൽ അവസാനം വരെ പാട്ടുകൾ നന്നായി നല്ല ശുദ്ധമായി പാടി എന്നുള്ളതാണ്. ശുദ്ധമായി പാടാനുള്ള അവരുടെ കഴിവായിരുന്നു പ്രധാനം.